നല്ലവൻ വി ഡി സതീശനാണ്, മോശക്കാരൻ പിന്നെ കെ സി വേണുഗോപാലാണ്, അതിനകത്ത് നിഷ്പക്ഷനായി രമേശ് ചെന്നിത്തലയാണ് എന്ന് പറയുന്നത് ഒക്കെ നാടകമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ കേരള രാഷ്ട്രീയം കാണുന്നത് അപകടകരമായ രാഷ്ട്രീയത്തിലേക്കാണ് കേരളം പോകുന്നത്. അപകടകരമായ രാഷ്ട്രീയം എന്ന് പറയുന്നത് ലീഗിനെ കേരളത്തിൽ നല്ലൊരു വിജയം സമ്മാനിച്ച ലീഗിനെ വർഗീയ പാർട്ടിയാക്കി ചിത്രീകരിക്കാനുള്ള അവസരം കേരളത്തിൽ കോൺഗ്രസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഒരു ഡൗട്ടും അക്കാര്യത്തിനകത്തോടെ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ലീഗ് തീരുമാനിക്കുന്നു എന്നാണ്. കെ സി പക്ഷം പറയുന്നത് ലീഗ് തീരുമാനിക്കുന്നു, വി ഡി സതീശൻ പക്ഷം പറയുന്നത് ലീഗ് തീരുമാനിക്കും. എന്താണെന്നേ വയനാട്ടിലെ ലീഗിൻ്റെ നേതൃത്വം പ്രിയങ്ക ഗാന്ധിക്ക് കത്തയച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ലീഗ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ് അല്ലേ? ഈ കേരളത്തിലും കർണാടകയിലും മന്ത്രി പാണക്കാട് വന്ന് കെ സിക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൽ ലീഗ് ഇടപെടുന്നു എന്നുള്ളതാണ്. എനിക്ക് ലീഗിനോട് പറയാനുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത്, നിങ്ങൾക്കെതിരെ ചാപ്പ കുത്തുന്നതിന് എന്താണോ നിങ്ങൾക്ക് പറയാനുള്ളത് അത് വെട്ടി തുറന്ന് പറഞ്ഞോളൂ. നിങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾ പറയണം. കേരളത്തിൽ ഇന്നയാൾ മുഖ്യമന്ത്രി ആവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നയാൾ മുഖ്യമന്ത്രി ആവണമെന്നുണ്ടെന്ന് നിങ്ങൾ പറയണം. അല്ലെങ്കിൽ AICC എടുക്കുന്ന തീരുമാനമാണോ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അതാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. AICC എടുക്കുന്ന തീരുമാനമായി ഞങ്ങൾ മുന്നോട്ട് പോകും, ആ മുഖ്യമന്ത്രിയെ ഞങ്ങൾ പിന്തുണയ്ക്കും എന്നാണോ നിങ്ങൾക്ക് പറയാനുള്ളത്? അത് നിങ്ങൾ പറയണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ? കേരളത്തിലെ BJPയും ഈ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനും ഈ പറഞ്ഞ ഹിന്ദു പാർട്ടികളും എല്ലാം കൂടി വന്ന് പറയാൻ പോകുന്നതെന്തറിയോ? കേരളത്തിലെ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത് ലീഗാണ് എന്നുള്ളത്. എന്താ ലീഗ് എന്ന് ഉദ്ദേശിക്കുന്നത്? കേരളത്തിലെ അതൊരു മതേതര പാർട്ടി എന്നുള്ള നിലയ്ക്കല്ല ലീഗിനെ പറയുന്നത് കേട്ടോ. അതെന്താണ്? ഒരു ന്യൂനപക്ഷ പാർട്ടിയാണ്, കേരളത്തിലെ മുസ്ലിങ്ങളാണ്, കേരളത്തിലെ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ പറയിക്കാൻ വേണ്ടിയിട്ടാണ്. ലീഗ് മിണ്ടാതിരിക്കുന്നിടത്തോളം കാലം അത് ലീഗ് ആ ഒരു വലിയ കുഴിയിൽ പോയി ചാടുക എന്നുള്ളതിനൊക്കെ അപ്പുറമുണ്ട്. ഇന്നിപ്പം മലപ്പുറത്തെ ലീഗിൻ്റെ പ്രസിഡന്റ് പറയുകയാണ്, ഞങ്ങൾക്ക് കവലകളിൽ പോകാൻ കഴിയുന്നില്ല, ഞങ്ങൾക്ക് മരണ വീട്ടിൽ പോകാൻ കഴിയുന്നില്ല, ഞങ്ങൾക്ക് കല്യാണത്തിന് പോകാൻ കഴിയുന്നില്ല. എല്ലായിടത്തും ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ടാണോ ഞങ്ങൾ ഇത്രയും 102 സീറ്റ് തന്ന് അധികാരത്തിൽ തരാൻ തീരുമാനിച്ചത്? നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ടാണ്? അത് ലീഗിനോട് മാത്രം ചോദിക്കുന്ന ചോദ്യമല്ല കേട്ടോ. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരോട് മുഴുവൻ, കോൺഗ്രസ് അണികളോട് മുഴുവൻ ചോദിക്കുന്ന ചോദ്യമാണ്. ഇന്ന് ജിൻഡോ ജോണിനോട് ഷാഫി ചാലിയും ചോദിക്കുന്നുണ്ട്, പനി പിടിച്ച കടുവേനെ പോലെ ഇരിക്കുന്നത് കണ്ടില്ലേ എന്നാണ് പറയുന്നത്. പനി പിടിച്ച കടുവേനെ പോലെ, അത് ഒരു നേതാവിനോടാണ് പറയുന്നതെന്ന് ഓർക്കണം. അത് അദ്ദേഹം കേട്ട് മിണ്ടാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് മിണ്ടാൻ പറ്റാത്തത്? മിണ്ടാൻ പറ്റാത്തത് അവർക്ക് അതിന് മറുപടിയില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത് വെച്ച് കളിക്കുന്ന രാഷ്ട്രീയമുണ്ടല്ലോ, അത് വളരെ മോശമാണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ഞാൻ പറയട്ടെ, 3 മുഖ്യമന്ത്രിയെ കേരളത്തിൻ്റെ നിയമസഭയിൽ കൊണ്ടുവരാൻ കഴിയില്ലല്ലോ. ഒരു മുഖ്യമന്ത്രിയിലല്ലേ കൊണ്ടുവരാൻ കഴിയുള്ളൂ. ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്യണ്ടേ? ആരെങ്കിലും 2 പേര് വിട്ടുവീഴ്ച ചെയ്യണ്ടേ? ഒന്നിലേക്ക് കെ സി വേണുഗോപാൽ വിട്ടുവീഴ്ച ചെയ്യണം, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല വിട്ടുവീഴ്ച ചെയ്യണം, അല്ലെങ്കിൽ വി ഡി സതീശൻ വിട്ടുവീഴ്ച ചെയ്യണം.